ഈ സാധനമല്ലേ ഹോട്ട് വീൽസ് ഡിസ്പ്ലേ, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെറും 3 സാധനങ്ങൾ മതി. അത് പോയി മേടിച്ചിട്ട് വരാം. ഒന്ന് ഈ ഫോം ബോർഡാണ്, പിന്നെ ഈ പിന്നാണ്, പിന്നെ ഈ സാധനമാണ്. ഇതൊരു വ്ളോഗല്ലേ, അപ്പോൾ നമുക്ക് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. അപ്പോൾ ബാപ്പ എന്തൊരു പാടാ, കടയിൽ പോകുമ്പോൾ ഈ ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചൊന്ന്. അതെ അതെ, അതെടുത്ത് കണ്ണാടി അടിച്ചു മാറ്റാൻ വന്നതാണ്. ആണോ ക്യാപ്പ്? കഴിയണം. നമുക്ക് ലൈവ് എക്സ്പ്രഷൻ എടുക്കാം ഗൈസ്. അത് ശരി. ശരിക്കും പ്ലീസ് ടു ഫോളോ ടേസ്റ്റ് ഓഫ് പി ബൈ റബിൻ. മൊത്തം നിനക്കല്ല, കഴിച്ചോ? ഒരു പീസ് എനിക്ക്. എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല, ഞാൻ കടയിലോട്ട് ഇറങ്ങി ഒരു വ്ളോഗൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. ഡോളറാമയിലോട്ട് ഒരു സാധനം മേടിക്കാൻ ഇറങ്ങണം, അതങ്ങോട്ട് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഹോട്ട് വീൽസ് ഉണ്ടാക്കിയിട്ട് നീ കണ്ടായിരുന്ന ഡിസ്പ്ലേ വെച്ചിട്ട്? എന്താ പരിപാടി? ഡെലിവറി ഇതും ബ്ലോഗാ? ഇത് വ്ളോഗിൽ വരും. ശരി, ഓക്കെ, ബൈ ബൈ, എൻജോയ് ഗൈസ്. അപ്പൊ അത് പോയി ഗൈസ്. നമുക്കിനി കടയിലോട്ട് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി വീഡിയോ എടുത്ത് നടക്കുമ്പോഴാണ് നമ്മുടെ വ്ളോഗിങ്ങിൻ്റെ സംഭവം മൊത്തത്തിലേക്ക് അങ്ങോട്ട് ആവിഷ്കരിക്കപ്പെടുള്ളൂ. ഒരു പോയി ഗൈസ്. നമുക്കിനി ഇങ്ങനെയല്ലോ കറക്റ്റ്. നമുക്കപ്പോൾ ഇനി കടയിൽ പോയിട്ട് അതിന് വേണ്ട ആ 3 സാധനങ്ങൾ മേടിക്കാം. നമ്മളിപ്പോൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങൾ എല്ലാ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടേണ്ടതാണ്. പിന്നെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളും അതെല്ലാം കിട്ടുന്ന കടയിലുണ്ടാവും. ഇപ്പം ഞാൻ പോണത് ഡോളറാമയിലോട്ടാണ്. അതെ, കണ്ടു ഡോളറാമ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് വേണ്ട സാധനം ഇതാണ്. കണ്ടോ, ഈ 3M മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ ഇതൊട്ടിയിരുന്നോളും. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ഇതല്ല, ഇച്ചിരി കൂടി ചെറുതുണ്ട്. അതൊന്നും തപ്പട്ടെ. നമ്മൾ തിരിച്ചു വന്നപ്പോൾ സാധനം ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾക്ക് പിന്ന് കണ്ടുപിടിക്കണം. പിന്ന് കാണുന്നില്ലല്ലോ. പിന്നെവിടെ പിന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട 2ാമത്തെ ഐറ്റം, പിൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫോം ബോർഡ്. ഇത് കണ്ടോ, ഇത്രയും കട്ടിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 2 വയ്ക്കാം. 2 വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ മിറർ ഹാങ്ങർ, ഈ ഹുക്ക് എടുക്കണം. നമുക്ക് ഇത് തന്നെ മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഹോട്ട് വീൽസിൻ്റെ സെക്ഷനും കൂടി കാണിച്ചു തരാം. പുതിയ കാറുകളൊന്നും ഉണ്ടാവില്ല, പുതിയതൊക്കെ അത്യാവശ്യം നമ്മൾ മേടിച്ചായിരുന്നു. എന്തായാലും കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഹോട്ട് വീൽസിൻ്റെ സെക്ഷൻ. ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ലുട്ടാപ്പി കാറുകളാണ്. നല്ല സാധനങ്ങളൊന്നും പുതിയത് വന്നിട്ടുണ്ട്. ഇത് കൊള്ളാം. ഞാൻ നോക്കട്ടെ. നമ്മൾ ഈ 2 കാറും കൂടി എടുത്ത് ഗൈസ്, ഇതെല്ലാം കൂടി നമുക്ക് പോയി ബില്ല് ചെയ്യാം. ഈ സാധനം പിടിച്ച് നടക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങ് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചിങ്ങനെ ഒരു പ്രത്യേക ആംഗിളൊക്കെ പിടിച്ച് കിടന്നിട്ടേ കാര്യമുള്ളൂ. നമുക്ക് ഇതുകൊണ്ടിനി വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്.
Keep going, don't stop. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ വീടെത്തി. നമ്മുടെ ഈ 2 കാറുകൾ ഇവിടെ ഇരിക്കട്ടെ. ബാക്കി സാധനങ്ങൾ പിന്നെ കാറ് ഇനിയുണ്ട്. നമ്മളതാ പെട്ടിക്കകത്തിരിക്കുന്നത് കുറച്ചും കൂടി കാറുകളുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി കുറച്ച് കാറുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആണ് ഈ പുതിയ ഡിസ്പ്ലേ വെക്കാൻ പോണത്. ഓക്കെ, വലിയ പണിയൊന്നുമില്ല. ആ സാധനം അങ്ങോട്ട് ഒട്ടിക്കുക, ഇത് വെക്കുക. നമ്മളിത് ഞാൻ മുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്, അല്ലെങ്കിൽ കുറേ എഫേർട്ട് വരണം. ഞാൻ പിന്നെ കുറേ കണ്ട് കുറേ വെട്ടലും കേസ് ഉണ്ടാക്കലും ഒക്കെ. നമ്മളിപ്പോൾ എൻ്റെ ഒരു കളക്ഷൻ നമ്മൾ കവറോട് കൂടിയാണ് കളക്ട് ചെയ്യുക. പിന്നെ ഞാൻ മിക്കപ്പോഴും നല്ല പാക്കേജിങ് ഉള്ളത് നോക്കി എടുക്കും, ഒരുപാട് മടക്കും ചുളുക്കൊന്നും ഇല്ലാത്തത്. എനിക്ക് അങ്ങനത്തെ കളക്ട് ചെയ്യണതാണ് ഇഷ്ടം. ഇതിൽ നിന്ന് കാർ എന്തായാലും പുറത്തെടുക്കുന്നില്ല, അപ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ എടുക്കുക. അല്ലെങ്കിൽ അത്രയും കിടിലൻ കാറാണെങ്കിൽ മാത്രമാണ് കവർ ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് ഒരു പെൻസിൽ വേണം. നമുക്ക് ഈ സാധനം ഒട്ടിക്കാം. ഫസ്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു തന്നു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 2 സാധനങ്ങളുണ്ടാവും. അതായത് ഒന്ന് ഈ ഹുക്കും പിന്നെ ഒന്ന് അത് ഒട്ടിക്കുന്ന ഈ സ്റ്റിക്കറും. ഈ ഹുക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിങ്ങനെ ഒടിച്ചെടുക്കുക. അപ്പം നമുക്ക് 4 എണ്ണം വേണം. 2, 3, 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ഇതിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിക്കർ ഒട്ടിക്കുക. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1. അപ്പം അതിനകത്തേക്ക് നമുക്ക് ആദ്യം സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. 4 എണ്ണം മതി നമുക്ക്. വോൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ബ്ലാക്ക് ആയിട്ടിരിക്കണ ഈ സൈഡ് കൊടുത്തേക്കണേ. അപ്പം ഇത് നമ്മൾ പീൽ ചെയ്തിട്ട് വോളിൽ ഒട്ടിക്കുക. എന്നിട്ട് നമ്മളിത് വെക്കുമ്പോഴത്തേനും ആ ഹുക്ക് കറക്റ്റ് ഈ വര, ഹുക്കിന്റെ ഹോൾഡ് ചെയ്യണ സ്ഥലം കറക്റ്റ് ഈ വരണ പോലെ സെറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുക. 1, 2 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹുക്ക് വെച്ച് കൊടുക്കാം. ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് പീൽ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അവിടെ പശ ഉണ്ടാവും. എന്നിട്ട് ഈ വരയ്ക്ക് നേരെയായിട്ട് നമ്മുടെ ഈ ഹോൾഡ് ചെയ്യുന്ന സാധനം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഫോം ബോർഡ് അതിനകത്ത് കറക്റ്റ് സെന്ററിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിന്റെ സെറ്റപ്പ് കഴിഞ്ഞ്. ഇത് പഴയതിന്റെ ബാക്കിയാട്ടോ ഞാൻ എടുക്കണേ. മറ്റേത് നമുക്കിനി വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. അത് വേണ്ടിയിരുന്നില്ല. സാറില്ല. അയ്യോ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ വോൾ 1, 2, 3, 4, 5 എണ്ണമായി. ഇനി ബാക്കിയുള്ള കാറുകളും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹോട്ട് വീൽസിൻ്റെ തന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ കാർ ഉണ്ട്. ഇത് ചുമ്മാ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ മേടിച്ചാൽ. പിന്നെ ഒരു ഡോഡ്ജ് ഉണ്ട്. പിന്നെ മാച്ച് ബോക്സിൻ്റെ ഒരു കാറുണ്ട്. ഇത് ചുമ്മാ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ മേടിച്ച. പിന്നെ കുറച്ച് സ്പെഷ്യൽ കാറുകളുണ്ട്. കുറച്ചല്ല, 2 സ്പെഷ്യൽ കാറുണ്ട്. അത് ഞാൻ വേറൊരു പെട്ടിയിൽ ഇട്ടാണ്. ഇത് മസ്റ്റാങ്കിൻ്റെ നോർമൽ ട്രഷർ ഉണ്ട്. കണ്ട ഇവിടെ, can you see that?
ഇത് നോർമൽ ട്രഷർ ഉണ്ട്. അതുപോലെ തന്നെ ഓഡി കോട്രോ 87 ഓഡി കോട്രോൻ്റെ ഗോൾഡൻ ട്രഷർ ഉണ്ട്. ഇത് രണ്ടുമാണ് ഗൈസ് നമ്മുടെ സ്പെഷ്യൽ കാർസ്. അത് ഒരു സ്പെഷ്യൽ ഫീൽ കിട്ടാനായിട്ട് സ്പെഷ്യൽ ബോക്സിലാണ് എടുത്ത് വെക്കുന്നത്. അത്രയും പിന്നെ ഒരു ഹമ്മർ EVയും കൂടിയുണ്ട്. ഇതൊക്കെ മറ്റേ ചെറിയ കാർഡുകളാട്ടാ, ചെറിയ കാർഡുകളുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ അത്രയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്താണ്. വേറൊരു ദിവസം വരാം വേറെ പരിപാടികൾ.